കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിങ്ങും മർദ്ദനവും. വൈത്തിരി പുതുശ്ശേരി സ്വദേശിയായ +1 സയൻസ് വിഭാഗം വിദ്യാർത്ഥി ഷയാസ് ആണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിനിരയായത്. നടുവിന് ചവിട്ടേറ്റ വിദ്യാർത്ഥിക്ക് കഴുത്തിലും കൈക്കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പുതുതായി +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥിക്ക് നേരെ ആദ്യത്തെ ദിവസം മുതൽ ക്രൂരമായ റാഗിംഗ് ആണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും നേരിടേണ്ടി വന്നത്. സ്കൂളിലെത്തിയ ആദ്യ ദിവസം തന്നെ മീശയും താടിയും വടിക്കാൻ ആവശ്യപ്പെട്ടു. ഭയം മൂലം താടി വടിച്ചാണ് പിറ്റേ ദിവസം മുതൽ വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോയത്. പിന്നീട് മീശ വടിക്കാത്തതിൻ്റെ പേരിൽ വീണ്ടും ചോദ്യം ചെയ്യുകയും സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ ആജ്ഞാപിച്ച് ഭീഷണിപ്പെടുത്തുകയും വിദ്യാർത്ഥി ഇതിന് വഴങ്ങാതെ വന്നതോടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയുമായിരുന്നു. മോന് നാല് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ +1 ചേർന്ന് സയൻസിന് ചേർന്ന് ഇവിടെ കണിയാമ്പറ്റ സ്കൂളിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ പോയി 2 ദിവസമേ അവൻ പോയിട്ടുള്ളൂ. 2 ദിവസം പോയിട്ടില്ല. അപ്പം ഫസ്റ്റിൽ ചെന്ന സമയത്ത് റാഗിങ് മോഡൽ അവനോട് താടി വടിക്കാനും മീശ വടിക്കാനൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്ന് അവൻ താടി വടിച്ചിട്ട് പിറ്റേന്ന് പോയി. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഒരു വന്ന് മീശയും കൂടെ വടിച്ചിട്ടേ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓന് പിറ്റേന്ന് പോയില്ല പേടിച്ചിട്ട്. അതിൻ്റെ പിറ്റേന്ന് ഇന്നലെയാണ് ഇപ്പോൾ പോണത്. ഇന്നലെ പോകുന്ന സമയത്താണ് ഇത് വടിക്കാതെ നീ കയറരുത്, കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറമെ ഓന വൈകുന്നേരം ക്ലാസ് വിട്ട സമയത്ത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് കഴിപ്പിച്ചിട്ട് രണ്ടാമത് ഇടിക്കുക. ആ ഇതിൽ ചെയ്ത് അത് കഴിഞ്ഞ് അവൻ അത് അവിടെ നിന്ന് ചെയ്ത് കൊടുത്ത് ഇനി ഒരു വിഷയം ആവണ്ട വെച്ചിട്ട് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കോമ്പൗണ്ടിൻ്റെ പുറത്തുനിന്നാണ് രണ്ടാമത് അവർ ഇതൊന്നുകൂടെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഒരു 4-5 ആൾ ആദ്യം ഒരുത്തനാണ് വന്നത്. അവനെ കണ്ട ഒരു ഇതുണ്ട്. പിന്നെ 4-5 ആൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്നലെ രാത്രി ഒരു വോയിസും കൂടെ അവരിത് വന്നിട്ടുണ്ട്. അവരിവനൊരു ഭീഷണിയായിട്ട് ഇനി ഇവന് ബാക്കി ഇതിനെ ഓൻ പോലീസ് സ്റ്റേഷനിൽ വല്ലയിടത്തും അറിയിച്ചു കഴിഞ്ഞാൽ ഓൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നതെന്നുള്ളതിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു വോയിസൊക്കെ ഉണ്ട്. ഒരുത്തനറിയാം, ഇവൻ അറിഞ്ഞിട്ടുണ്ട്. ഫോട്ടോസും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് അറിയില്ല. അവിടെ പഠിക്കുന്ന പോലാണ്. ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നിങ്ങൾ കേസ് കൊടുത്തോളി, അതിൻ്റെ ഓരെല്ലാ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട്. സാറ് പ്രിൻസിപ്പാളിനെ വിളിച്ച് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മാതാവ് ഷഫീല പറഞ്ഞു. ന്യൂസ് 1 വൈത്തിരി.